ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാകുക എന്നുള്ളത്. ഒരു ഗൂഗിളിൽ പോയി ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, ഗാലറി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, പ്ലേ സ്റ്റോറിൽ പോയി നമുക്കൊരു ആപ്ലിക്കേഷൻ പോലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ. ഈ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫുള്ളാകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ തുറന്നു കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 20 GB മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, അതിനോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കരുത്. നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ മെമ്മറി ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ഫോണിലുള്ളൊരു ആപ്ലിക്കേഷൻ ആട്ടോ ഫയൽസ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഫോണിൽ ഉണ്ടാകും. ഇനി അങ്ങനെ കാണുന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊന്ന് പോയിട്ട് ഫയൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഫയൽസ് ഗൂഗിൾ ഫയൽസ് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ വരുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇവിടെ അപ്ഡേറ്റ് ആയിരിക്കും കാണിക്കുന്നത്, എങ്കിലൊന്ന് അപ്ഡേറ്റ് കൊടുക്കുക. ഞാനിവിടെ അപ്ഡേറ്റ് കൊടുത്തിരുന്നു. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ അങ്ങ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടോട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് ഇവിടെ ലഭിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ. നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഇമേജ്, വീഡിയോസ്, ഓഡിയോ, ആപ്സ്, ഡോക്യുമെൻ്റ് എല്ലാം ഇവിടെ അങ്ങനെ ഓരോന്നായിട്ട് കാണിക്കും, 1 by 1 ആയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട് ലൈനിലേക്കാണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നാമത് കാണുന്ന ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഡിലീറ്റ് ലാർജ് ഫയൽ, ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്സ്, ഡിലീറ്റ് സ്നാപ്പ് ടു വീഡിയോ, ഡിലീറ്റ് സ്നാപ്പ് ടു വീഡിയോസ്, ഡിലീറ്റ് ഡൗൺലോഡ് ഫയൽ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഈ ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോൺ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ തന്നെ ചിലപ്പോൾ 2 പ്രാവശ്യം സേവ് ആയിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്താവാം. ഇങ്ങനെ ഒരുപാട് ഫോട്ടോസുകളും വീഡിയോസുകളും ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതാണോ ഒറിജിനൽ ഏതാണോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഒറിജിനലാണ്, ഈ സ്ക്രീൻഷോട്ടിൻ്റെ. ഇതിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഒറിജിനൽ, രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ തന്നെ പല പ്രാവശ്യമൊക്കെ സേവ് ചെയ്തും പിന്നെ അറിയാതെ കിടക്കുന്നതെല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മളിതിൽ ഒറിജിനൽ മാറ്റിയിട്ട് നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൊത്തം അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ മാത്രം. അതിനുശേഷം ഇവിടെ ഞാൻ ഡിലീറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ഒരുപാട് സ്റ്റോറേജ് ഇവിടെ മാറ്റം വന്നിട്ടുണ്ട്, അതായത് മെമ്മറി ഫ്രീ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ, ഇപ്പോൾ ഇത് ട്രാഷിലേക്കാണ് മൂവ് ആയിരിക്കുന്നത്. ഈ ട്രാഷിലേക്ക് മൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്താലും 30 ദിവസം ഈ ട്രാഷിൽ കിടക്കും. അതിനുശേഷമാണ് പിന്നീട് അവിടെ നിന്ന് പോവുകയുള്ളൂ. ഇനി ഗൂഗിൾ ഫയൽസ് ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് കാണുന്നത് ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്സ് ആണ്. അതായത് നമ്മൾ ഏതോ ഒരു സമയത്ത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഉപയോഗത്തിന് വേണ്ടി പിന്നീട് ഒരിക്കൽ പോലും ഇത് ഉപയോഗിച്ചിട്ടില്ല, നമ്മുടെ ഫോണിൻ്റെ ഒരു ഭാഗത്ത് ഈ ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഞാൻ റിയൽമി കമ്മ്യൂണിറ്റി 180 MB ഫോണിൻ്റെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ യോനെസ് എല്ലാം ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഇവിടെ നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ 60.36 MB സ്റ്റോറേജ് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പല ആപ്സുകളും നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഫോണിൽ. അതെല്ലാം അങ്ങ് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ 150 MB നമുക്കിവിടെ ഫ്രീ ആയി. സ്റ്റോറേജ് ഉണ്ടല്ലേ, 224 MB ആയി. അപ്പോൾ അത്രയും നമുക്കിവിടെ സ്റ്റോറേജ് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് ഡിലീറ്റ് ലാർജ് ഫയൽസ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മുടെ ഫോണിൻ്റെ ഗാലറി പോയാൽ പോലും ഈ ഫോട്ടോസും വീഡിയോസും അവിടെ എല്ലാം കണ്ടുവന്നിരിക്കില്ല. ഇത് ഈ ഒരു ഓപ്ഷൻ വഴിയാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്ന ഫയൽസുകൾ അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ ഉപകാരപ്രദമായൊരു കാര്യം കേട്ടോ. ഇത് ഞാൻ പണ്ട് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതിൽ ഇതുപോലെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന വീഡിയോസിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കുന്നു. അതും ട്രാഷിലേക്ക് മൂവ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്ന ഡിലീറ്റ് സ്നാപ്പ് ടു വീഡിയോ. സ്നാപ്പ് ട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഫോൾഡറായിട്ട് വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെയാണോ എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സ്റ്റോറേജ് ഫ്രീ ആക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പണ്ട് എക്സ്റ്റൻഡർ വഴി സെൻഡ് ചെയ്ത് മറ്റേതെങ്കിലും രീതിയിലുള്ള സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങോട്ട് സോഷ്യൽ മീഡിയ വഴി വന്നോ അതെല്ലാ ഫയലുകളും ഇവിടെ കാണിക്കും കേട്ടോ കൃത്യമായിട്ട്. അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് ലാസ്റ്റ് വരുന്ന ഓപ്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഡിലീറ്റ് ഡൗൺലോഡഡ് ഫയൽസ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ പല സൈറ്റുകൾ പല വെബ്സൈറ്റുകൾ കയറിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ് വീഡിയോസൊക്കെ
അറിയാതെ അറിഞ്ഞൊക്കെ ഫോണിൻ്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ ഡൗൺലോഡായി കിടക്കുന്നുണ്ട്. ഇത് എവിടെയാണ് കിടക്കുന്നത് നമുക്ക് ഗ്യാലറി പോയി നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കൃത്യമായി ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസ്, വീഡിയോസ്, ലിങ്കുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് നമുക്കിങ്ങനെ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഒരു വീഡിയോ ഒക്കെ പിന്നെ 23 MB, അതുപോലെ തന്നെ 2 MB, 100 MB, 110 MB ഇങ്ങനെയാണ്. കാരണം ഇതെല്ലാം കൂടുമ്പോഴേക്കും ഒരു 1 GB ആവും. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലേക്ക് പോവുകയാണ്. ഈ ഫയൽസ് ഗൂഗിൾ ആപ്ലിക്കേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്രാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ട്രാഷിൽ 2.4 GB, അതായത് 2 GB മുകളിൽ സ്റ്റോറേജ് ഈ ട്രാഷിലുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തന്നിരിക്കുന്നത്. കാരണം നമ്മൾ കണ്ടില്ലേ, ഇവിടെ കണ്ടമാനം വീഡിയോസും ഫോട്ടോസും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ്. അത് നമ്മുടെ ഒരു 30 ദിവസം ട്രാഷിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് നമുക്ക് വേണ്ടാത്തതാണ് ഇതെല്ലാം കൂടി. ഇനി ഓൾ സെലക്ട് ചെയ്യാം. ഇനി അല്ല നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, വേണ്ടാത്തത് ഡിലീറ്റ്. ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് റിക്കവർ ചെയ്തെടുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ റീസ്റ്റോർ കൊടുത്താൽ മതി. ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നല്ല രീതിയിൽ നമുക്ക് മെമ്മറി ഫ്രീ ആയിട്ടുണ്ട്. ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ചെയ്യുക, 100% നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി അടുത്തൊരു ഓപ്ഷൻ ആട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ സെറ്റിങ്സ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. സെറ്റിങ്സിൽ താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഓൾ സൈറ്റ് സെലക്ട് ചെയ്യുന്നു മുകളിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ക്രോമിൽ കയറി നമ്മൾ സെർച്ച് ചെയ്തത്. കാരണം ഇതൊക്കെ നമ്മുടെ 254 KB ഇങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാട് ഇങ്ങനെ വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ പലതും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുള്ളങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ നല്ലൊരു മാറ്റം വരും കേട്ടോ. കാരണം ഞാനിത് കഴിഞ്ഞ ദിവസം ഒന്ന് ചെയ്തതിൻ്റെ പേരാണ് അപ്പോൾ ജസ്റ്റ് ഇത്ര കാണിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫോൺ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ കയറിയതിൻ്റെ എല്ലാം കാണും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ 50 KB, 100 KB, 500 KB, 5 MB, 10 MB ഇങ്ങനെയെല്ലാമാണ്. അത് ഫുള്ളങ്ങ് ക്ലിയർ ചെയ്യുക. അതിന് ക്ലിയർ ബ്രൗസ് ഡാറ്റ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ അഡ്വാൻസിൽ നമുക്ക് ലാസ്റ്റ് 24 hours ആണെങ്കിൽ അത് നമുക്ക് അത്രയും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ലാസ്റ്റ് 7 ദിവസമാണ് ഡിലീറ്റിൻ്റെ, അങ്ങനെ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഓൾ ടൈം കൊടുക്കുവാണ്. അതിനുശേഷം ഞാനിവിടെ ക്ലിയർ ഡാറ്റ കൊടുക്കുന്നു. അപ്പോൾ അതും ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഫോണിലെ സ്റ്റോറേജ് നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് 20 GB ഫ്രീ ആയിട്ട് ലഭിക്കുമെന്ന്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുണ്ട്, ജസ്റ്റ് ഞാൻ ഒന്ന് സെർച്ച് ചെയ്യുകയാണത്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് മോബി ഡ്രൈവ് എന്നാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് 20 GB ലഭിക്കുന്നതാണ് ഫ്രീ ആയിട്ട്. നിങ്ങളുടെ ഫോണിലെ ഗ്യാലറിയിൽ കിടക്കുന്ന സിനിമകളുണ്ടാവും, അല്ലെങ്കിൽ വലിയ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഓൺലൈനിൽ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈനിൽ സേവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ചെയ്യാൻ പറയും. അതിനുശേഷം സൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസാണ് അവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണിൻ്റെ ഗ്യാലറിയിൽ കിടക്കുന്ന വീഡിയോസോ, ഫോട്ടോസോ, ഡോക്യുമെൻറ്റോ, ഓഡിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഗ്യാലറി കിടന്ന വീഡിയോ ഞാനിവിടെ ഓൺലൈനായിട്ട് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാലറി പോയിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നഷ്ടമായി പോകില്ല. ഒരു വീഡിയോ ഇവിടെ ഓൺലൈനിൽ സേവ് ആയി കിടന്നു പോകും. അപ്പോൾ നമ്മളിനിപ്പോൾ മറ്റൊരു ഫോൺ മേടിക്കുവാണെങ്കിലും ആ ഫോണിൽ മെയിൽ ID സൈൻ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ അവിടെ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല ഇനി ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കോപ്പി ഉണ്ട്, എല്ലാം ഇവിടെ കൊടുത്തിട്ട്. സാധാരണ ഇങ്ങനെ ഓൺലൈനിൽ ക്ലൗഡ് സ്റ്റോറേജുകളെല്ലാം നമുക്ക് ഇവിടെ പെയ്ഡ് ആണെങ്കിലും ഇവിടെ വരുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് 20 GB ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഗൂഗിൾ ഡ്രൈവ് നമുക്ക് 15 GB അടുത്ത് തരുന്നുണ്ട്. ഇവിടെ 20 GB ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിലെ ഗ്യാലറി കിടക്കുന്ന ഒട്ടുമിക്ക വീഡിയോസും, ഡോക്യുമെൻ്റ്, ആപ്ലിക്കേഷൻ, ഓഡിയോ ക്ലിപ്പുകളെല്ലാം ഇതിലേക്ക് സേവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഗ്യാലറിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടുകൂടി ഫോണിലെ സ്റ്റോറേജ് വീണ്ടും നമുക്ക് അവിടെ മെമ്മറി ഫ്രീ ആവുന്നതാണ്.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ബയോഡാറ്റ, നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം നിങ്ങൾ സുരക്ഷിതമായിരിക്കാൻ നമുക്ക് ഗൂഗിൾ ഡ്രൈവാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. എന്നാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാവിധ ഫോട്ടോസുകളും വീഡിയോസുകളും മറ്റെല്ലാം നമുക്ക് ഓൺലൈനിൽ ഇതുപോലെ സേവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ്, ഫോൺ മെമ്മറി അവിടെ ഫ്രീ ആവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.